എൻ്റെ ദൈവമേ എന്തൊരു കുഴിയാണ്. ഇപ്പോൾ വണ്ടിയുടെ വീലിളകി പോകുന്ന പോലെ ഒരു അനുഭവം. ശരിക്കും ശ്വാസം അടക്കി പിടിച്ച നിമിഷമായത്. ഈ ജീപ്പ് ഇങ്ങനെ നിർത്തിയിട്ടാക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു സിനിമാ രംഗം ഓർമ്മ വരുന്നില്ലേ? സംശയിക്കേണ്ട, ഭ്രമരം സിനിമ തന്നെ. ഭ്രമരം സിനിമയിൽ മോഹൻലാൽ വാഹനം ഇതുപോലെ കൊണ്ടു നിർത്തുന്ന ഒരു സീനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ്. അതിമനോഹരമായ സ്ഥലമാണ്. പാലക്കാട് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലാണ് നമ്മൾ. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ പൂർണ്ണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇടാനൊരു പ്രധാന കാരണമുണ്ട്. ഇതിപ്പോൾ നെല്ലിയാമ്പതിയുടെ മലനിരകളൊക്കെ താണ്ടി ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത് ഈ സ്ഥലം. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാനൊരു പ്രധാന കാരണമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ലായിരുന്നു. അത് നമ്മൾ ശരിക്കും ഈ മൃഗങ്ങളെയൊക്കെ കാണാനുള്ളൊരു ആഗ്രഹത്തിലാണല്ലോ ഈ വനത്തിലൂടെ യാത്രയൊക്കെ ചെയ്യുന്നത്. മൃഗങ്ങളെ കാണണം എന്ന് കരുതി നമ്മൾ യാത്ര ചെയ്താൽ ഒരിക്കലും മൃഗങ്ങളെ കാണാൻ കഴിയില്ല. അപ്രതീക്ഷിതമായിട്ട് മാത്രമേ നമുക്ക് മൃഗങ്ങളെ കാണാൻ കഴിയൂ. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കണ്ട ഒരു അടിപൊളി ഒരു മൃഗത്തെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറയൊക്കെ ഉയർത്തി ട്രക്കിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ദൂരെ ഏതെങ്കിലും കാഴ്ച നല്ല മൃഗങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് ഒപ്പിയെടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കാം. പക്ഷേ എന്ത് ചെയ്യാം, ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴി നിറഞ്ഞ റോഡായതുകൊണ്ട് പിടിച്ച് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ക്യാമറയുടെ ലെൻസൊക്കെ കൂടി ഒരുപാട് പ്രാവശ്യം നിലത്ത് വീഴാൻ ഇടയായി. പക്ഷെ അതെല്ലാം നമ്മൾ ഈ യാത്രയുടെ ഒരു ഭാഗമായതുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. അടിപൊളി യാത്രയാണ്. ഇതിപ്പോൾ നെല്ലിയാമ്പതി ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന ഒരു യാത്രയാണ്. ആ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഭ്രമരം സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ കണ്ട് ശരിക്കും ഭ്രമരം സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആകെ ടയേർഡാണ്. പക്ഷേ മൃഗങ്ങളെയൊന്നും കാണാൻ ഇതുവരെ സാധിച്ചില്ല. അങ്ങനെ ഒരു വിഷമത്തിലും കൂടിയുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു യാത്രയിലൂടെ. കാരണം ഇത്തരം ഒരു ട്രക്കിങ് കൊല്ലം ജില്ലയിൽ നമുക്ക് റോസ്മല യാത്ര സമ്മാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നെല്ലിയാമ്പതി യാത്ര ഒരു വേറിട്ട ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു റോസ്മലയുടെ യാത്ര തീർച്ചയായും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ നൽകുന്ന ചില സപ്പോർട്ടുകളുണ്ട്. ഈ സപ്പോർട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാനിതിൻ്റെ പൂർണ്ണ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ യാത്രയെക്കുറിച്ചും ഇവിടേക്ക് എത്തുന്ന കാര്യങ്ങളും ഇവിടുത്തെ ട്രക്കിങ്ങിൻ്റെ വീഡിയോയുടെ അതായത് ട്രക്കിങ്ങിൻ്റെ റേറ്റും എല്ലാം ഞാൻ പൂർണ്ണമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കാണണം. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്, ഡ്രൈവർ കൂടാതെ 3 പേര്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. വയനാട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാലക്കാടേക്ക് എത്തിയത്. അപ്പോൾ പാലക്കാട് വന്നപ്പോൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ നെല്ലിയാമ്പതി യാത്ര. നമുക്കറിയാം, നെല്ലിയാമ്പതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അപരിചിതൻ എന്ന ഒരു സിനിമ, മമ്മൂട്ടിയുടെ അപരിചിതൻ എന്ന സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് നെല്ലിയാമ്പതിയെക്കുറിച്ച് ഭയങ്കര ആഗ്രഹമാണ് വന്ന് കാണണം എന്നൊക്കെ. പക്ഷേ അത് കുറച്ച് ഉള്ളിലേക്ക് പോകണം. ആ ഒരു ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ കാണുന്ന ലൊക്കേഷൻ ഇവിടെ നിന്നും കുറച്ച് ഉൾക്കാട്ടിലാണ്. നമ്മൾ അവിടേക്ക് പോയില്ല. ഇനി വരും നാളുകളിൽ നമ്മൾ അത്തരം വീഡിയോകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇടുങ്ങിയ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ ഒരിക്കലും ഇവിടെ സൈഡ് കൊടുക്കാൻ സാധിക്കില്ല. വീണ്ടും റിവേഴ്സൊക്കെ എടുത്ത് വേണം പോകാൻ. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഡ്രൈവർമാരെ സംബന്ധിച്ച് ഇവർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ഇവർ യാത്ര ഡ്രൈവ് ചെയ്യുന്നത്. മഴ സമയങ്ങളിലെല്ലാം കണ്ടു, ഇതാണ് നമ്മൾ ഇത്രയും സമയം കാത്തിരുന്ന സംഭവം. നമ്മുടെ വഴിമധ്യേ നിൽക്കുന്ന നോക്കൂ ഒരു കാട്ടുപോത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാട്ടുപോത്ത് വഴി അരികിലേക്ക് നിൽക്കുകയാണ്. നമ്മളെയൊന്നും അത് മൈൻഡ് ചെയ്യുന്ന പോയില്ല. നമ്മൾ പേടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് നമുക്ക് അടുത്ത് കാണാൻ കഴിയുന്നത്. നോക്ക്, കാട്ടുപോത്തിനെ ഇതേ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. ഇതുപോലെ ഒരുപാട് സഞ്ചാരികൾ പോകുന്നതുകൊണ്ടായിരിക്കും ഈ വാഹനത്തിൻ്റെ സൗണ്ടൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി, പുല്ല് മേഞ്ഞ കാട്ടുപോത്തിനെ നമുക്ക് അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഞാൻ പേടിച്ചാണ് എടുക്കുന്നത്. കാരണം ഒന്ന് നമ്മളെ വണ്ടിയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല. പിന്നെ ഡ്രൈവർ പിന്നെ ഒരുപാട് നാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ ഡ്രൈവർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെല്ലാം അദ്ദേഹം ലൊക്കേഷനിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഇതുവഴി വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ ഒരുപാട് പരിചയമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ കാട്ടുപോത്തിൻ്റെ അടുത്ത് കാണാൻ സാധിച്ചു എന്നുള്ള വളരെ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ കാട്ടുപോത്ത് ഇപ്പോൾ തിരിഞ്ഞിരിപ്പോൾ മുകളിലൂടെ നടന്ന് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഗംഭീരമായിട്ട് കാണാം. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്ത് രസമായിരിക്കുന്നല്ലേ. ശരിക്കും നമ്മൾ ഒരു മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തിയത്. കുറച്ചുകൂടെ അടുത്ത് കാട്ടുപോത്തിൻ്റെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തേണ്ട അവസ്ഥ വരുമായിരുന്നു.
കണ്ടോ, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അത് അടിപൊളി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ല് മേയുന്ന കാട്ടുപോത്തിനെ നമുക്ക് അടുത്ത് കാണാൻ സാധിച്ചു. കണ്ടോ, അടിപൊളി, എന്ത് രസമുണ്ട്. ആ സൺലൈറ്റും കൂടെ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് സൺലൈറ്റ് വീഴുമ്പോൾ ഉള്ള ഒരു ഭംഗി ഭയങ്കരമാണ്. അപ്പോൾ പതുക്കെ ഡ്രൈവർ വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ, ഒരുപാട് ഫോട്ടോസ് എടുത്ത്. അതുപോലെ വീഡിയോ ഒക്കെ നമുക്ക് ഇത്ര അടുത്ത് കാട്ടുപോത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. സാധാരണ ഇങ്ങനെ നിന്ന് തരാറൊന്നുമില്ല, അത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെയാണ് അത് നിന്ന് തരുന്നത്. അങ്ങനെ കാട്ടുപോത്തിൽ പക്ഷേ ഈ ഒരുപാട് കുരങ്ങുകളെ കാണാൻ കഴിയും കേട്ടോ. പല ഇനത്തിലുള്ള കുരങ്ങുകൾ നെല്ലിയാമ്പതി വനത്തിലുണ്ട്. അതിനെയൊക്കെ കാണാൻ കഴിയും. മനുഷ്യനുമായിട്ട് നല്ല ഇണക്കമുള്ള കുരങ്ങുകളുണ്ട്. ഭക്ഷണമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന തരത്തിലുള്ള കുരങ്ങുകളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കുകളൊന്നും ഇവിടെ ഇടാതെയും സഞ്ചാരികളുടെ നിന്ന് അത്രയും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ വനത്തിലേക്ക് കയറ്റി വിടുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രൈവർമാർക്കും ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ ഈ വനയാത്രയിൽ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. വനത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ, അതുപോലെ തന്നെ വനത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ, പെട്ടെന്നൊരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആ കാര്യങ്ങളെല്ലാം നമുക്കും പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ നെല്ലിയാമ്പതിയിൽ ശരിക്കും മഴ സമയങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പക്ഷേ വലിയ മഴയുള്ള സമയങ്ങളിൽ ഇവിടെ ട്രക്കിംഗ് ഉണ്ടാവില്ല. കാരണം ഈ മരം പിഴുതു വീഴുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും കടത്തി വിടാറില്ല. ചെറിയ മഴ സമയങ്ങളിലും, ഈ ഡിസംബർ മാസമാണ് ശരിക്കുമുള്ള കാലാവസ്ഥ, അറിയാമല്ലോ. അപ്പം നേരിയ മഴയും മഞ്ഞുമുള്ള സമയങ്ങളിൽ നല്ല രസമാണെന്നാണ് പറയുന്നത്. ഒരുപാട് സഞ്ചാരികൾ വരാറുമുണ്ട്. അപ്പം ഈ അടുത്ത സമയത്താണ് ഫുട്ബോൾ ഇതിഹാസം മെസ്സി ഇവിടെ എത്തിയത്. മെസ്സി ഇപ്പോൾ ഈ ചേട്ടനായിരുന്നു വാഹനം. മെസ്സിക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെ വാഹനം ഓടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരിചയമുള്ള ഒരാളും കൂടിയാണ് ഈ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ കാട്ടുപോത്തിനെ കണ്ട സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ബായ്.